നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. വീണ്ടും ഒരാഴ്ച കാലത്തിന് ശേഷം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യവും പദവിയും ഒരുക്കുന്നതിനായി കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് നമ്മുടെ തടങ്ങളെ വണക്കാം. കർത്താവേ, ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഓടി വരികയാണ്. ഒരു കൊച്ചു കുഞ്ഞിനൊരു മുട്ടായി കിട്ടുമ്പോൾ, വളരെ ഒരു പ്രസൻറ്റ് കിട്ടുമ്പോൾ ഓടി വന്ന് തൻ്റെ മാതാപിതാക്കളോട് നന്ദി എന്ന് പറയുന്ന പോലെ കർത്താവെ, ഞങ്ങളെ കഴിഞ്ഞ നാളിൽ നിന്ന് നടത്തിയ കർത്താവിൻ്റെ കൃപയ്ക്ക് അപ്പാ നന്ദിയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഓടി ചെന്ന് നന്ദി പറയാം. കർത്താവ് എത്ര പേർ കിട്ടാത്ത ഭാഗ്യവും പദവിയും കർത്താവ് ഞങ്ങൾക്ക് തന്നല്ലോ. അത് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്ന കർത്താവ്, എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, കൊടും പാപിയായിരുന്ന ഞങ്ങളെ വൻ ചീറ്റിൽ നിന്ന് ഞങ്ങളെ കയറ്റി ക്രിസ്തുവാകുന്ന പാറയിൽ നിർത്തി, ഉറപ്പുള്ള പാറയിൽ നിർത്തി ഞങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കി ഞങ്ങളുടെ വായിൽ ഒരു പുതിയ പാട്ട് തന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ പകൽക്കാലം ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിന് ഭാഗ്യം തന്നെ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. നമുക്ക് ചേർന്ന് പാടാം. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ, നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. നന്ദിയുള്ള ഹൃദയത്തോടെ ചേർന്ന് പാടി കർത്താൻ മഹത്വപ്പെടുത്താം. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ, നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. കൊടും പാപിയായിരുന്ന നീ വഞ്ചിറ്റിൽ നിന്നും കയറ്റി. കൊടും പാപിയായിരുന്ന നീ വഞ്ചിറ്റിൽ നിന്നും കയറ്റി. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെൻ്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെൻ്റെ നാവിൽ തന്നതാ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ, നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ വൻശോധനാവേളയിൽ ഈ ചൂളയിൻ നടുവിൽ. വൻശോധനാവേളയിൽ തീച്ചൂളയിൻ നടുവിൽ ചാരത്തടഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമൊക്കും. ചാരത്തടഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമൊക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം വല്ലഭ, നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ
ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ ലോകം തരാത്ത ശാന്തിയൻ നിറച്ചു സ്നേഹമാ ലോകം തരാത്ത ശാന്തിയൻ നിറച്ചു സ്നേഹമാ എന്നെന്നും കാത്തിടുന്നെന്നെ നിത്യകാന്തനായി തൻ കൂടെ വാഴുവാൻ എന്നെന്നും കാത്തിടുന്നെന്നെ എന്റെ കാന്തയായി തൻ കൂടെ വാഴുവാൻ നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ല അവൻ ജീവിതത്തിൽ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ 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 വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. എത്ര പറഞ്ഞാൽ നമുക്ക് തീരും ദൈവമക്കളെ, വർണ്ണിച്ചിടുവാൻ അത് സാധ്യമല്ല. അത് എണ്ണിയാൽ തീരാത്ത കാര്യങ്ങളുമല്ല. കർത്താവ് നമ്മളെ സ്നേഹിച്ചല്ലോ, അളവില്ലാത്ത സ്നേഹം കൊണ്ട്, അളവില്ലാത്ത കരുണ കൊണ്ട്, അളവില്ലാത്ത കർത്താവിൻ്റെ ആ പദവിയോട് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. നന്ദി കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ മഹത്വം 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 മഹത്വം. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് ഒന്ന് രണ്ട് ഗാനോടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. मंडरता पवित्र आत्मा मंडरता, आत्मा मंडरता पवित्र आत्मा मंडरता. पेंतिकोस के दिन समान आत्मा मंडरता, पेंतिकोस के दिन समान आत्मा मंडरता. अंधे देखते हैं, गूंगे बोलते हैं, ओ अंधे देखते हैं, गूंगे बोलते हैं. यीशु मसीह के नाम से अंधे देखते हैं, यीशु मसीह के नाम से गूंगे बोलते हैं. आत्मा मंडरता पवित्र आत्मा मंडरता, ओ आत्मा मंडरता पवित्र आत्मा मंडरता. पेंतिकोस के दिन समान आत्मा मंडरता, पेंतिकोस के दिन समान आत्मा मंडरता. लंगड़े चलते हैं, मुर्दे जीते हैं, ओ लंगड़े चलते हैं, मुर्दे जीते हैं.
से लंगड़े चलते हैं, यीशु मसीह के नाम से मुर्दे जीते हैं। आत्मा मंडरता, पवित्र आत्मा मंडरता, ओ आत्मा मंडरता, पवित्र आत्मा। पेंतिकोस के दिन समान आत्मा मंडरता, पेंतिकोस के दिन समान आत्मा मंडरता। शैतान कांपते हैं, शैतान भागते हैं, ओ शैतान कांपते हैं, शैतान भागते हैं। यीशु मसीह के नाम से शैतान कांपते हैं, यीशु मसीह के नाम से शैतान भागते हैं। ओ आत्मा मंडरता, पवित्र आत्मा मंडरता, ओहो आत्मा मंडरता, पवित्र आत्मा मंडरता। पेंतिकोस के दिन समान आत्मा मंडरता, पेंतिकोस के दिन समान आत्मा मंडरता। अभिषेक मिलते हैं, हालेलुया, सामर्थ मिलते हैं, ओ अभिषेक मिलते हैं, सामर्थ मिलते हैं। यीशु मसीह के नाम से अभिषेक मिलता है, यीशु मसीह के नाम से सामर्थ मिलता है। आत्मा मंडरता, पवित्र आत्मा मंडरता, आत्मा मंडरता, पवित्र आत्मा मंडरता। पेंतिकोस के दिन समान आत्मा मंडरता, पेंतिकोस के दिन समान आत्मा मंडरता। आनंद मिलता है, शांति मिलता है, ओ आनंद मिलता है, शांति मिलती है। यीशु मसीह के नाम से आनंद मिलता है, यीशु मसीह के नाम से शांति मिलता है। ओ आत्मा मंडरता, पवित्र आत्मा मंडरता, ओ आत्मा मंडरता, पवित्र आत्मा मंडरता। पेंतिकोस के दिन समान आत्मा मंडरता, पेंतिकोस के दिन समान आत्मा मंडरता। The Spirit is moving again, the Spirit is moving again, the Spirit is moving again, the Spirit is moving again. Just like the day of Pentecost, the Spirit is moving again. Just like the day of Pentecost, the Spirit is moving again. The blind is seeing, the blind is seeing again. 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 In the name of Jesus Christ, the blind is seeing again. In the name of Jesus Christ, the blind is seeing again. The lame is walking. The lame is walking again. The lame is walking again. Oh, lame is walking again.
the lame is walking again. In the name of Jesus Christ. In the name of Jesus Christ, the lame is walking again. In the name of Jesus Christ, the lame is walking again. The Spirit is moving again. The Spirit is moving again. Oh, Spirit is moving again. Hallelujah. The Spirit is moving again. Just like the day of Pentecost, the Spirit is moving again. Just like the day of Pentecost, the Spirit is moving again. Just like the day of Pentecost, the Spirit is moving again. Just like the day of Pentecost, the Spirit is moving again. Just like the day of Pentecost, the Spirit is, hallelujah. Oh, just like the day of Pentecost, the Spirit is moving again. The Spirit is moving again. The Spirit is moving again. Hallelujah. The Spirit is moving again. The Spirit is moving again. Just like the day of Pentecost, the Spirit is moving again. Just like the day of Pentecost, the Spirit is moving again. Just like the day of Pentecost, the Spirit is moving again. Just like the day of Pentecost, the Spirit is moving again. സ്തോത്രം ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു, ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം. രോഗശൈലൻ കൂടെയിരിക്കുന്ന, രോഗശൈലൻ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൃഷ്ടി എൻ്റെ മേൽവേ ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എൻ്റെ മേൽവേ ചിഷ്ടമായി നോക്കുന്ന ഓ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ഓ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം. വൻ കൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻ കൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം.
എന്റെ പെറ്റതള്ളയേക്കാളുറ്റു സ്നേഹിക്കുന്ന, പെറ്റതള്ളയേക്കാളുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം. രോഗശൈലൻ കൂടെയിരിക്കുന്ന, രോഗശൈലൻ കൂടെയിരിക്കും എന്റെ ദൈവത്തിനു സ്തോത്രം. ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ഹല്ലേലൂയ എന്റെ ദൈവത്തിനു സ്തോത്രം. ദൃഷ്ടി എന്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എന്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും. ഓഹോ ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലി. ഓ ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പെറ്റതള്ളയേക്കാളുറ്റു സ്നേഹിക്കും. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആ സ്നേഹത്തെ ഓർത്ത്, ആ കരുതലിനെ ഓർത്ത് ഹല്ലേലൂയ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങയുടെ സ്നേഹത്തിൽ മഹത്വത്തിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഓ ജീസസ്. ഓ ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം. യേശുവിന്റെ മഹത്വം മഹത്വം. ഓ രഗരം തുലരക്ഷതരാതെ. വീരനായ ദൈവമേ, നിത്യനായ പിതാവേ, ഹല്ലേലൂയ. അങ്ങേക്ക് നന്ദി 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 നന്ദി. ഓ ക്ഷാമകാലത്തും പെറ്റതള്ളയേക്കാൾ ഉന്നതമായി സ്നേഹിക്കുന്ന, ഓരോ നാളും ഞങ്ങളുടെ ഭാരത്തെ ചുമക്കുന്ന നാഥനെ അങ്ങേക്ക് നന്ദിയപ്പാ. Thank you Jesus, thank you Jesus, thank you Jesus. Amen, 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 amen. Hallelujah, hallelujah, hallelujah. മഹത്വത്തിന്റെ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, അങ്ങ് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. Amen, 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 amen. Chadalam tularada garashadara garada gare. Chuda barika bala shabda raja shadara. പാപഭാരത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച കർത്താവിന് കാൽവറി മലമുകളിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിൻ്റെ അളവിനെ ഓർത്തുകൊണ്ട് പെറ്റതള്ളയേക്കാൾ അൻപോട് നമ്മളെ സ്നേഹിക്കുന്ന, ക്ഷാമകാലത്തും ക്ഷേമത്തോടെ നമ്മളെ നയിക്കുന്ന, ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് ദൃഷ്ടമായി നമ്മളെ നോക്കുന്ന കർത്താവിന്
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കോടി കോടി നന്ദി കർത്താവേ. അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നപ്പ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ എൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നുപോലും ദൈവമക്കളെ മറക്കരുത്. ഇത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, നമ്മൾ ക്ഷേമത്തോടെ കാത്തു വരപാച്ച കർത്താവിന് നന്ദിയോടെ 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 മുഴു ഹൃദയത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവെ, വിശ്വാസത്തിൽ തളർന്നു പോകാതെ ഓരോ ദിവസം നിലനിൽപ്പാനുള്ള കൃപ, വളരുവാനുള്ള കൃപ അങ്ങ് തെരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ജീവിപ്പുള്ള കൃപ, ശക്തിയും ബലവും ഇഴകളായി ഞങ്ങൾക്ക് തെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരാഴ്ചക്കാലം ജീവിപ്പുള്ള കൃപ കർത്താവെ, സ്വർഗ്ഗ ദൈവം ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ല നിൽക്കുവാനുള്ള കൃപ തെരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ കൃപകൾ കൂടി നന്ദി പറയുന്നു. തുടർന്ന് നടക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകളും കർത്താത്തിരിക്കുകയാണ്. വിശുദ്ധ തിരുമൈഷങ്ങൾ മുമ്പിലുണ്ടല്ലോ, ഭയഭക്തി ബഹുമാനത്തോടെ കരനീട്ടുവാൻ കർത്താവ് ഞങ്ങളുടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകൾ കൂടി നന്ദി പറയുന്നു. വിശേഷ ദൈവസോട് പ്രാർത്ഥിക്കുന്നു, കർത്താവിൻ്റെ മന്ന വിളമ്പി തരുവാൻ, അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഓരോ ദിവസം ചൈതന്യം ഉളവാക്കുവാൻ എൻ്റെ കർത്തയുടെ ആക്കുമാർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകൾക്കൂടെ നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ വലിയ യേശുനാമം തന്നെ ആമേൻ. കരങ്ങളുയർത്തി കർത്താൻ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് ഹല്ലേലൂയ. 98-ാം സങ്കീർത്തനം. അതിൽ നിന്ന് കൂടുതലായിട്ടൊന്നും സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരൊറ്റ വാക്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നു കൊള്ളാൻ ആഗ്രഹിക്കുന്നു. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. ആമേൻ, സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ വാക്യമാണ്. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം, എൻ്റെ അപ്പച്ചൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരുക്കത്തോടെ ആയിരുന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ മാനിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഹല്ലേലൂയ ജീവിതത്തിൽ നേരിടാം. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷത്തോടെ യാത്ര ചെയ്യാം. ഹല്ലേലൂയ. ഈ ഉലകത്തിൽ ഹല്ലേലൂയ നമുക്ക് ആ ഒരു വലിയൊരു പ്രത്യാശയോടെ, ആ വലിയൊരു ബലത്തോടെ എന്തെല്ലാം ജീവിതത്തിൽ നേരിട്ടാലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ ചില പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടാകാം. എന്നാൽ അതെല്ലാം നന്മയ്ക്കായിട്ടാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം വേഗത്തിൽ വരുവാൻ വേണ്ടി നമുക്ക് ഒരുക്കത്തോടെ ദൈവസ്ഥലായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു. Savior, Lord, there is none like you. All of my days I want to praise the wonders of your mighty love. My comfort, my shelter, tower of refuge and strength. Let every breath, all that I am, never cease to worship you. Shout to the Lord, all the earth. Power and majesty, praise to the King. Mountains bow down and the seas roar at the sound of your name. I sing for joy at the work of your hands. Forever I'll love you, forever I'll stand. Nothing compares to the promise I have in you. What's your wish? My wish is to have a share for you. Your word is like a lamp to my feet and a light to my path. Psalms 119 verse 105. Even though I walk through the valley of the shadow of death, I fear no evil,
for you are with me. Your rod and your staff, they comfort me. Psalms 23, verse 1, Psalms 23, verse 4. My flesh and my heart may fail, but God is the strength of my heart and my portion forever. For behold, those who are far from you shall perish. You put an end to everyone who is unfaithful to you. But it is good to be near God. I have put the Lord God as my refuge, that I may tell of all your works. Amen. Psalms chapter 73, verse 26 to 28. You know, Lord my God, I burn my dead. Trust in the Lord. With all your heart. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. കർത്താവിൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവൻ ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ഇന്ന് പകൽക്കാലം നന്ദി പറഞ്ഞാട്ടെ. നന്ദിയോടെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹം വിലയേറിയുമായ നല്ല രാത്രികാലത്തനായ സ്തോത്രം. ഈ സമയത്ത് കർത്താവേ, ഞങ്ങൾക്ക് ചുരുക്കം ചിലരായി അങ്ങയുടെ പാദപീഠത്തിൽ അങ്ങയുടെ ഹല്ലേലൂയ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഭൂമിയുടെ വളപ്പിൽ ഒരവസരം കൂടെ തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ മാറ്റമില്ലാത്ത ദൈവശബ്ദങ്ങൾ ഇന്ന് കാലം ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ഹല്ലേലൂയ വചനത്താൽ ഞങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പ്രതിസന്ധി വേളയിൽ, ഞങ്ങൾ കഷ്ടതയുടെ വേളയിൽ, ഞങ്ങളുടെ ഹല്ലേലൂയ പ്രയാസത്തിൻ്റെ വേളയിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ആശ്വാസമായി നിൽപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വന്ന എല്ലാവരെയും ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഹല്ലേലൂയ കർത്തൃമേശ്വര ശുശ്രൂഷകളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഹല്ലേലൂയ സന്ധ്യാവേളയിലുള്ള അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനം 34:5 ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. മതി. നമുക്കേവർക്കും പരിചയമായിരിക്കുന്ന ഒരു സങ്കീർത്തനം ആണ് നമ്മൾ വായിച്ചത്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് നോക്കുവാൻ ഒരു മുഖമുണ്ട്. ഈ ഭൂമിയിൽ നമ്മുടെ പ്രയാസവേളയിൽ, നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ഹല്ലേലൂയ പ്രതിസന്ധി വേളയിൽ നമുക്ക് നോക്കുവാൻ ഒരു മുഖമുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ നോക്കുന്ന മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ, ബൈബിളിലുടനീളം നമ്മൾ വായിക്കുമ്പോൾ അനേക ഭക്തന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനത്തിൽ ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്ന ഒരു ഭക്തൻ ഹല്ലേലൂയ പഴയ നിയമത്തിലുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പം ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത് ദേവദാസന്മാർക്കാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ദേവദാസന്മാർക്ക് വലിയ അസൂയൊന്നും തോന്നാറില്ല. വിശ്വാസികളുടെ ജീവിതം കാണുമ്പോൾ ചിലപ്പം ദേവദാസന്മാർക്ക് അസൂയ തോന്നുന്നു പറയാറുണ്ട്. പ്രത്യേകിച്ച് ദേവദാസന്മാർക്ക് സന്തോഷമുള്ളൂ. കാരണം എന്താ പറയുക, വിശ്വാസികൾക്ക് കാറോ വീടോ അല്ലെങ്കിൽ അവർക്ക് ജോലിയോ കിട്ടിയാൽ ദേവദാസന് അത്രയും പണി കുറവാണ് പ്രാർത്ഥനയിൽ. അല്ലേ? അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ അത്രയും പണി കുറവായതുകൊണ്ട് അവർക്ക് അസൂയൊന്നും തോന്നാറില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ അസൂയ തോന്നുന്ന ഒരു ക്യാരക്ടറെ ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹല്ലേലൂയ നമുക്കറിയാം അബ്രാമിനെ കുറിച്ച്. അബ്രാമാണ് നമ്മുടെ ഹല്ലേലൂയ ഇന്നത്തെ ചിന്താ വിഷയം.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ഓരോ ജീവിതഘട്ടത്തിലും ദൈവത്തെ ഹല്ലേലൂയ എപ്രകാരം മുറുകെ പിടിച്ചു, തന്നെ തല താഴ്ത്തുവാൻ, തൻ്റെ മുഖം താഴ്ത്തുവാൻ ഇടവരാത്ത അനേക അനുഭവങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് തേജോമനായ ദൈവത്തെ കണ്ട് ഇറങ്ങിയതാണ്, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ, Acts chapter 7 verse 1. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന്, ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, അല്ലേ? അപ്പോൾ തേജോമനായ ദൈവത്തെ കണ്ടിട്ടാണ് ആരിറങ്ങിയത്? അബ്രഹാം ഇറങ്ങിയത്. നമ്മൾ ഉൽപ്പത്തി വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഹിസ്റ്ററി നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എവിടെ നിന്നാണ്? ഹാരാനിൽ വന്ന് പാർത്തതിന് ശേഷമാണ്, അല്ലേ? ഹാരാനിൽ വന്ന് പാർത്തതിന് ശേഷം ഉൽപ്പത്തി 12-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 11-ന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ശെരൂഗിന് 30 വയസ്സായപ്പോൾ അവൻ നാഹോരിനെ ജനിപ്പിച്ചു. നാഹോരിനെ ജനിപ്പിച്ച ശേഷം 31 തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായ മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആരാണ് പുറപ്പെട്ടത്? ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തേരഹ് പുറപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? അതെ, തേരഹാണ് പുറപ്പെട്ടതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ കൂട്ടി വായിക്കുമ്പോഴേ മനസ്സിലാകും തേരഹല്ല വിളി കിട്ടിയത് അബ്രഹാമിനാണ്. അബ്രഹാമാണ് തേജോമനായ ദൈവത്തെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. തേജോമനായ ദൈവത്തെ കണ്ട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശത്തേക്ക് ഹല്ലേലൂയ ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയും. അത് ഹല്ലേലൂയ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുന്ന കാലത്ത് ഹല്ലേലൂയ ആ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഏകദേശം 70 വയസ്സിന് ആയപ്പോഴാണ് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ തേരഹ് മരിച്ച ശേഷം ഹല്ലേലൂയ അവിടെ പിന്നെയും ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അത് ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് അബ്രഹാമിന് 75 വയസ്സ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടത് ഹാരാനിൽ വെച്ചല്ല, അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടത് മെസൊപ്പൊത്താമിയയിൽ വെച്ചാണ്. തൻ്റെ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസൊപ്പൊത്താമിയ എന്ന് പറയുന്ന ആ പട്ടണം അന്നത്തെ കാലത്ത് വലിയൊരു നല്ല സംസ്കാരമുള്ള പട്ടണമാണ്. മെസൊപ്പൊത്താമിയ ആൻഡ് ഈജിപ്ഷ്യൻ, ഈ 2 സംസ്കാരങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സംസ്കാരമുണ്ടായിരുന്നത്. മെസൊപ്പൊത്താമിയൻ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും. അത് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈ 2 സിവിലൈസേഷനാണ് ഏറ്റവും എന്താ പറയുന്നത്, ഏറ്റവും നല്ല സിവിലൈസേഷൻ ആ കാലഘട്ടത്തിൽ. നല്ല പട്ടണത്തിൽ ജീവിച്ചിരുന്ന അബ്രഹാം തനിക്ക് വേണ്ടുന്ന ഒരു നല്ലൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ പൈസയും ധനവും ഒക്കെ ആവശ്യത്തിന് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കണ്ടപ്പോൾ, തേജോമനായ കർത്താവിനെ തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവവിളിയെ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന അബ്രഹാമിൻ്റെ യാത്രയിൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖമോ ഒരു നാളും ലജ്ജിച്ചില്ല, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അവളുടെ മുഖം ലജ്ജിക്കാൻ ദൈവം ഇടയാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആ യാത്രയിലേക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ആദ്യമായി അബ്രഹാമിൻ്റെ മുഖം താന്നിരുന്ന ഒരു സന്ദർഭം അതിൻ്റെ അകത്തുണ്ട്. 13-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം എന്ന് വായിച്ചു. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളിച്ചത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും
അല്ലേ? ഒരവസരം വന്നു, അബ്രഹാമിൻ്റെ തല താഴ്ന്നിരിക്കുന്ന. ആമേൻ. എന്താ കാരണം? പ്രൈസ് ദി ലോർഡ്. തൻ്റെ സഹോദരൻ, അല്ലേ, താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ സഹോദരൻ, കൂട്ടു സഹോദരൻ, അവർ തമ്മിൽ, അല്ലെങ്കിൽ അവരുടെ എന്തുവാ പറയുന്നത്, ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ എന്തുവായി? ശണ്ടയുണ്ടായി, അല്ലേ? ആ ശണ്ടയുണ്ടായപ്പോൾ അബ്രഹാം കനാൻ ദേശത്ത് പാർത്ത്, അവിടെ ലോത്ത് ആ പ്രദേശ പട്ടണങ്ങളൊക്കെയും പാർത്ത് സോദോം വരെ കൂടാരമൊക്കെ അടിച്ച്, അല്ലെങ്കിൽ അവർ ഭയങ്കര പണക്കാരായി ഇരിക്കുന്ന സമയത്ത്, ഈ ശണ്ടയുണ്ടായ ഒരു സമയം, അല്ലെങ്കിൽ അബ്രഹാം ലോത്തിനോട് പറയുന്നത്, നമ്മളിങ്ങനെ ശണ്ട ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ആരാണ്? സഹോദരന്മാരാണ്, അല്ലേ? നമ്മൾ കൂട്ടു സഹോദരന്മാരാണ്. നമ്മൾ ശണ്ട ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആര് കാണും? നമ്മൾ പാർക്കുന്ന ദേശം ഏതാ? ആ വാക്യം വായിച്ചേ. എനിക്ക് തോന്നുന്നു സോദോം വാസികൾ കാണും. സോദോം വാസികൾ ആരാണ്? അല്ല, സോദോം വാസികളല്ല. 13-ാം വാക്യത്തിൽ, 13-ാം അധ്യായത്തിൽ, സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളിച്ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കനാനി, അല്ലേ, നീ ഇടത്തോട്ടെങ്കിലും ഞാൻ വലത്തോട്ടെങ്കിലും പോകുന്നു എന്ന് പറഞ്ഞ്, അല്ലേ, അവരെ അടിയുണ്ടാക്കിയതിന് ശേഷം അവർ പറയുന്നത്, മറ്റുള്ളവർ കാണും, അന്യജാതിക്കാർ നിങ്ങളെ കാണും, അല്ലേ, മറ്റുള്ളവർ കാണും. കൂട്ടു സഹോദരന്മാർ അടിയുണ്ടാക്കുന്നത്, അല്ലേ? നമ്മൾ വിശ്വാസികൾ അടിയുണ്ടാക്കുമ്പം ആരാണ് നോക്കുന്നത്? അന്യജാതിക്കാരാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ അബ്രഹാം പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് പിരിയാം. നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം, അല്ലേ? അതിൻ്റെ 7-ാം വാക്യത്തിൽ അബ്രഹാമിന് കന്നുകാലികൾ ഇടയിലെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് അത് അബ്രഹാം ലോത്തിനോട്, എനിക്ക് നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം ആരാണ്? സഹോദരന്മാരല്ലോ, അല്ലേ? പ്രീസേ, ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം. നീ വലത്തോട്ടാ പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം. താഴെ നമ്മൾ ഇരിക്കുമ്പോൾ പോയി കഴിഞ്ഞപ്പോഴാണ് അബ്രഹാമിൻ്റെ തല താഴ്ന്നത്. അപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നീ തല പൊക്ക്, നീ തല താഴ്ന്നിരിക്കുന്നതല്ല, നിന്നെ വിളിച്ചവൻ ഞാനാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നീ എൻ്റെ മുഖം കണ്ടാണ് ഇറങ്ങിയത്, നിന്റെ മുഖം കണ്ടാണ് ലോത്ത് ഇറങ്ങിയത്, പക്ഷെ നീ എൻ്റെ മുഖം കണ്ടാണ് ഇറങ്ങിയത്. തേജോമനായ ദൈവമാണ് നിന്നെ വിളിച്ചത്. അബ്രഹാമിന് ഭയങ്കര സങ്കടമായി. നമ്മുടെ കൂട്ടു സഹോദരന്മാരൊക്കെ ചിലപ്പോൾ പോകുമ്പോഴൊക്കെ നമുക്ക് സങ്കടം തോന്നും, അല്ലേ? കൂട്ടു സഹോദരന്മാർ നമുക്ക് വിരോധമായി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പ്രയാസം തോന്നും. ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നവർ പിറ്റേ ദിവസം മിണ്ടിയില്ലെങ്കിൽ പ്രയാസം തോന്നും. ആ പ്രയാസത്തിൽ തലതാന്ന് പോകേണ്ടുന്നവരല്ല നമ്മൾ. നമ്മൾ നോക്കി ഇറങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മുഖത്തെയാണ്. അബ്രഹാം പറയാണ്, അതിന് താഴേക്ക് വായിക്കുമ്പോൾ നാം പറയാണ്, നീ നിനക്കിഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തു. ലോത്ത് തിരഞ്ഞെടുത്തത് നീരോട്ടമുള്ളത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നീരോട്ടമുള്ള സ്ഥലം. അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഈ നീരോട്ടമുള്ള സ്ഥലത്തെക്കാളും ബെറ്റർ കർത്താവിൻ്റെ കൂടെ, ദൈവത്തിൻ്റെ കൂടെ. ഇപ്പം ആലും മരുഭൂമി ആയാലും പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഈ നീരോട്ടമുള്ള സ്ഥലമല്ല അബ്രഹാമിന് വേണ്ടിയിരുന്നത്. നീ തെക്കോട്ടാണെങ്കിൽ നാം വടക്കോട്ട് പൊക്കോളാം. നിന്റെ തെക്കിനേക്കാൾ നിന്റെ വടക്കിനേക്കാൾ എനിക്ക് ഏറ്റവും വലുത് എന്നെ വിളിച്ച ആ ദൈവത്തിന്റെ മുഖം കണ്ടിറങ്ങിയത് കൊണ്ട് ഞാൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കും. അബ്രഹാമിനെ ഓർപ്പിക്കുക, നീ തല താന്നിരിക്കുന്നവനല്ല, നീ തല താന്നിരിക്കുന്നവനല്ല. തലപൊക്ക്, നിന്നെ വിളിച്ചവൻ ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. നീ മുഖം ഹല്ലേലൂയ കണ്ടിറങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നോക്ക്. താഴേക്ക് വായിച്ചേ. ലോത്ത് അബ്രാമിനോട് വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് വിളിച്ചത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ എല്ലായിടത്തോട്ടും നോക്ക്. വടക്കോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. കുറെ നാളത്തേക്ക് തരും എന്നല്ല പറഞ്ഞത്, ശാശ്വതമായി തരും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഹല്ലേലൂയ പ്രതിസന്ധി വേളയിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഹല്ലേലൂയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒന്നോർക്കണം, ഹല്ലേലൂയ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോകാൻ എൻ്റെ ദൈവം ഇടയാക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധി വേളയിൽ നീ എന്ത് ചെയ്യണമെന്നറിയാതെ, ഹല്ലേലൂയ നീ എങ്ങോട്ട് പോകണമെന്നറിയാതെ, കൂട്ടു സഹോദരൻ ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ കാണുന്നത് കൂട്ടു സഹോദരൻ തനിക്ക് വിരോധമായി നിൽക്കുമ്പോൾ നല്ല നിലം തിരഞ്ഞെടുത്ത് താനും തൻ്റെ കുടുംബവും പോകുമ്പോൾ വേദന ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം ഓർക്കണം, നീ നോക്കിയത് ദൈവത്തിൻ്റെ മുഖമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിന്റെ മുഖം ഒരു നാളും ലജ്ജിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് 14-ാം അധ്യായത്തിലാണ്. ഈ കൂട്ടു സഹോദരൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു യുദ്ധമുണ്ടാകുന്നു. കൂട്ടു സഹോദരനെ 5 രാജാക്കന്മാരെല്ലാം കൂടെ കൂടി ചേർന്ന് എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ട് പോയി. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ആ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അബ്രഹാം എന്ത് ചെയ്തു? തൻ്റെ സഹോദരൻ്റെ മകനായ സോദോമിൽ നിന്ന് പാർത്തിരുന്ന ലോത്തിനെ അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ, അല്ലേ, തന്നെ ത്യജിച്ചു പോയതായിരിക്കുന്ന സഹോദരൻ്റെ മേൽ തനിക്കൊരു സ്നേഹമുണ്ടായിരുന്നു. അത് അവരെ കൊണ്ടുപോയി എന്ന് അറിഞ്ഞപ്പോൾ, കൊണ്ടുപോട്ടെന്നല്ല പറഞ്ഞത്, അത് അവൻ അത് വേണം എന്നല്ല പറഞ്ഞത് അബ്രഹാം, അല്ലേ? അവൻ നല്ല സ്ഥലം തിരഞ്ഞെടുത്ത് പോയതല്ലേ, നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് പോയതല്ലേ, എന്നെ ചതിച്ചതല്ലേ, ഞാനല്ലേ അവനെ ഇത്രയും നാൾ കൊണ്ടുവന്നത്. മെസൊപ്പൊത്താമിയ കടന്നിരുന്ന കുഴപ്പമില്ലായിരുന്നല്ലോ എന്നൊന്നും ചിന്തിച്ചില്ല. അപ്പോഴേ എഴുന്നേറ്റ് എന്ത് ചെയ്ത് ഓടിപ്പോകുന്ന ഒരുത്തൻ അവന് എബ്രായനായ അബ്രാഹാമിനെ ഈ വിവരം അറിയിച്ചപ്പോൾ എന്ത് ചെയ്താൽ 318 പേരെ കൂട്ടിക്കൊണ്ട്, തൻ്റെ വീട്ടിൽ ജനിപ്പിച്ച അഭ്യാസികളെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോയി? യുദ്ധം ചെയ്യാൻ പോയി. രാജാക്കന്മാർ 5 പേരും അവിടെ മെയിലിൽ എഴുതിയിട്ടുണ്ട്. അവർ ഓടിപ്പോയി, പർവ്വതത്തിൽ ഓടിപ്പോയി. യുദ്ധം ജയിക്കാൻ പറ്റിയില്ല. മനസ്സിലാകുന്നുണ്ടോ? രാജാക്കന്മാരെ തോറ്റെടുത്ത് ഭക്തൻ ജയിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ശക്തികൾ തോറ്റെടുത്ത്, ലോകം തോറ്റെടുത്ത് ഒരു ഭക്തൻ ജയിക്കാൻ പോവുകയാണ്. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. അവങ്കിലേക്ക് നോക്കിയവർ ഹല്ലേലൂയ പ്രകാശിതരായി. നിന്റെ മുഖം ലജ്ജിക്കാൻ ദൈവം ഇടവരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ലോകശക്തികൾ തോറ്റുപോയി. അവർ ഓടിപ്പോയെന്ന് എഴുതിയിരിക്കുന്ന മലകളിലേക്ക് ഓടിപ്പോയി. അപ്പോഴാണ് ഹല്ലേലൂയ 318 പേരെയും കൊണ്ട് ആര് പോകുന്നത്? അബ്രഹാം പോകുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ പോയി യുദ്ധം ജയിച്ചു വരികയാണ്. അല്ലേ? യുദ്ധം ജയിച്ചു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോൾ ആ യുദ്ധം ജയിച്ച് തൻ്റെ സമ്പത്തൊക്കെയും ഹല്ലേലൂയ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു. നഷ്ടമെല്ലാം എന്തു വന്നു? മടക്കി കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിൻ്റെ കരമാണ്. എന്താ? ഭക്തനിൽ അവൻ നോക്കിയത് കൊണ്ട്, തേജോമനായ ദൈവത്തെ കണ്ടതുകൊണ്ട് നീ ഒരു സ്ഥലത്തും ലജ്ജിക്കപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ലോകം ഹല്ലേലൂയ തോൽക്കുന്നിടത്ത് നീ ജയിക്കും. ലോകശക്തികൾ ഹല്ലേലൂയ തോൽക്കുന്നിടത്ത് നിന്റെ ജയമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ കാണിച്ചത്. 5 രാജാക്കന്മാർ തോറ്റെടുത്തൊരു ഭക്തൻ ഹല്ലേലൂയ അവിടെ നിന്നുകൊണ്ട്, ഞാൻ അന്ന് കണ്ട മെസൊപ്പൊത്താമിയയിൽ കണ്ട എൻ്റെ യഹോവയുടെ മുഖം ഹല്ലേലൂയ ഓർമ്മ വന്നു. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഓർമ്മയുണ്ട്. നീ ഒരിക്കലും ലജ്ജിക്കപ്പെടത്തില്ല എന്ന് ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തമുണ്ട്. ആ വിളി കേട്ടിറങ്ങിയിരിക്കുന്ന അബ്രഹാമിന് ഒന്നറിയാം, എൻ്റെ ദൈവം ആരുടെയും മുമ്പിൽ എന്നെ ലജ്ജിക്കപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അവനെ മടക്കി കൊണ്ടുവന്നു. അവിടെ മടക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കും 17-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ കെദോർലായോമേരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വരുമ്പോൾ സോദോം രാജാവായ രാജ് താഴ്വര എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരേറ്റ് ചെന്നു. ശാലേം രാജാവായ മൽക്കിസദേക്കിന്റെ അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് വീഞ്ഞുണ്ട്. അവൻ മറ്റേ രാജാവും കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ ഉണ്ട്. ആരൊക്കെ കൂടെ ഉണ്ട്? രണ്ട് രാജാക്കന്മാർ, സോദോം രാജാവും ഉണ്ട്, ശാലേം രാജാവും ഉണ്ട്. യുദ്ധമൊക്കെ കഴിഞ്ഞ് ഈ അബ്രഹാം ഇങ്ങനെ വരുമ്പോൾ ഇവർ രണ്ടുപേരും വരുന്നുണ്ട്. രണ്ടുപേരും രണ്ട് പദ്ധതിയായിട്ടാണ് വരുന്നത്. ആദ്യത്തെ രാജാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്. സോദോം രാജാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, സമ്പത്ത് മുഴുവൻ നീ എടുത്തു, നീ ആളുകളെ ഇങ്ങ് തന്നാൽ മതി. ഇത്ര ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടൊന്നും ഞങ്ങൾ തോറ്റുപോയി അല്ലേ, നീ ആളുകളെ ഇങ്ങ് തന്നേരേ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ രാജാവ് തൻ്റെ കയ്യിൽ അപ്പവും വീഞ്ഞുണ്ട്. അപ്പോൾ അബ്രഹാം നോക്കിയപ്പം അപ്പവും വീഞ്ഞിനുമാണ് പ്രാധാന്യം കൊടുത്തത്. ജയിച്ചു വരുന്നവനാണ് തിരുവത്താഴം. തോറ്റു നിൽക്കുന്ന രാജാവിനോട് അവിടെ മാറി നിൽക്കാൻ പറഞ്ഞു, മോനെ നീ അവിടെ മാറി നിൽക്ക്. അല്ലെ, നീ തോറ്റില്ലേ സോദോം രാജാവേ, നീ തോറ്റു, നിനക്കുള്ളതല്ലത്. ജയാളിയായി വരുന്ന നിന്റെ പ്രതിസന്ധി വേളയിൽ കർത്താവിനെ ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ഭക്തന് കിട്ടുന്ന ജയത്തിൽ ആഘോഷിക്കേണ്ടുന്നതാണ് കർത്താവിന്റെ മേശ. അങ്ങനെ ജയിച്ചു വന്ന അബ്രാമിനാണ് അത് കൊടുത്തത്. അപ്പോൾ സോദോം രാജാവിനോട് പറഞ്ഞു, ഇല്ല, നിന്റെ ഒരു സമ്പത്തും എനിക്ക് വേണ്ട. നിന്റെ ഒരു സമ്പത്തും, നീ നാളെ പറയും നീയാണ് എന്നെ സമ്പന്നനാക്കിയെന്ന്. നീ നാളെ പറയും നീ തന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും സമ്പന്നനായതെന്ന്. എൻ്റെ മുഖം ലജ്ജിക്കാൻ എൻ്റെ യഹോവയുടെ ആക്കത്തില്ല. ഞാൻ നോക്കിയത് നിൻ്റെ മുഖമല്ല, ഞാൻ നോക്കിയത് എൻ്റെ യഹോവയുടെ മുഖമാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ നാം പോകുമ്പോൾ ഒന്ന് ഓർത്താൽ മതി, നിനക്കത് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് ഒരു മനസ്സിൽ ഉറപ്പോടുകൂടി ഹല്ലേലൂയ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവനെ എന്നെ വഴിയിലിട്ടേച്ച് പോകില്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനതറിയാം. ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? അവിടെ സകലത്തിലും ദശാംശം കൊടുത്തു, ദൈവത്തെ മഹത്വീകരിച്ചു അല്ലേ, ദൈവത്തിന് ഹല്ലേലൂയ ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലേ. അവൻ ഹല്ലേലൂയ അവിടെ 23-ാം വാക്യത്തിൽ വായിച്ചേ, അത്യുന്നതനായ നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. എടുക്കുകയില്ല. അത് രണ്ടാമത്തെ ഭാഗം. എവിടെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവിടെ ദൈവം അബ്രഹാമിനെ ഉപയോഗിക്കുകയാണ്. മൂന്നാമത്തെ ഭാഗത്ത് ഇപ്പോൾ അബ്രഹാമിന് ഒരു വലിയ പ്രതിസന്ധിയിലാണ്. സത്യത്തിൽ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ താൻ ഭവനത്തിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പം രണ്ട് ചിന്ത തന്നെ വളരെ വിഷമിപ്പിച്ചു. സത്യത്തിൽ ഇത്രയും വലിയ ഒരു എടുത്തുചാട്ടം ചാടി 318 പേരെയും കൊണ്ടുപോയി യുദ്ധമൊക്കെ കഴിഞ്ഞു. പക്ഷെ രാത്രിയായപ്പം പുള്ളിക്കാരനൊരു പേടി. കിടന്നുറങ്ങിയപ്പം അബ്രഹാമിനൊരു പേടി. എന്താ പേടി? ഇവർ തിരിച്ചു വരുമോ? ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇവരെങ്ങാനും തിരിച്ചു വന്നാലോ? മനസ്സിലായോ? ആ പേടിയിൽ പിന്നെ രണ്ടാമത്തെ പേടി അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ആശങ്ക എന്ന് പറഞ്ഞത്, ആ ധനമൊക്കെ ഞാൻ പോയി കൊണ്ടുവന്നതല്ലേ, ആ പൈസയൊക്കെ ഞാൻ അല്ലെങ്കിൽ അവരുടെ സമ്പത്തൊക്കെ ഞാൻ പോയി യുദ്ധം ചെയ്ത് അവരെ എന്ത് ചെയ്താ എല്ലാം തിരിച്ചു കൊണ്ടുവന്നതല്ലേ. സോദോം രാജാവ് പറയുകയും ചെയ്തു, നീ വേണേ അത്
എടുത്തോളാൻ. പക്ഷെ ഞാൻ എടുത്തില്ലല്ലോ. അങ്ങനെ ഒരു 2 ചിന്ത അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നു. 15-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അപ്പോഴാണ് ദൈവം പറയുന്നത് അബ്രഹാമിനോട് 15-ാം അധ്യായത്തിൽ, അതിന് ശേഷം അബ്രഹാമിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ആദ്യം എഴുതി ഭയപ്പെടണ്ട. കാരണം എന്താ? പുള്ളി ഭയപ്പെട്ടിരിക്കുക. രാത്രിയിൽ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ഭയം, അവരെങ്ങനെ തിരിച്ചു വന്നാലോ. അതുകൊണ്ടാണ് യഹോവയായ ദൈവം പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാണ്. നിന്നെ തൊടണമെങ്കിൽ ആദ്യം എന്നെ തൊടണം. പരിചയം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അല്ലെ, ഞാൻ നിന്റെ പരിചയ, നിന്നെ ഒന്ന് തൊടണമെങ്കിൽ എന്നെ തൊടണം ആദ്യം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്. ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ പരിചയമാണ്. രണ്ടാമത്തേത് പറയാണ്, ആ സമ്പത്ത് പോയതിന് നീ വിഷമിക്കണ്ട, ഞാനാണ് നിന്റെ ഞാനാണ് നിന്റെ ധനം, നിന്നെ വിളിച്ചത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മെസൊപ്പൊത്താമിയയിൽ ഇരുന്ന് നിന്നെ ഹല്ലേലൂയ തേജോമനായ ദൈവത്തെ കണ്ടിറങ്ങി എൻ്റെ ഭക്തനെ നിനക്കൊന്നിനും കുറവില്ലാതെ ഞാൻ നടത്തും. നീ എങ്കിലാണ് നോക്കിയത്. പ്രൈസ് ദി ലോർഡ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അബ്രഹാമേ, നിന്റെ മുഖം ഒരിടത്തും ഞാൻ ലജ്ജിക്കപ്പിക്കുന്നില്ല. പിന്നെ ഒരു ചോദ്യം, അത് പിന്നെ ആശങ്കയാണ്. 2-ാമത്തെ വാക്യത്തിൽ വായിച്ചേ. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നല്ലോ. എന്റെ അവകാശി അടുത്ത ആശങ്കയാണ്. എന്റെ അവകാശി, അയ്യോ എന്റെ അവകാശി ആരായി തീരും? ദമേശേക്കുകാരനായ അയ്യോ ഈ ദാസനായി തീരുവോ? അല്ലേ, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയായി തീരും. അയ്യോ, അടുത്ത പ്രോബ്ലം. പിന്നെ എന്തെയ്യോ? ഇല്ല മോനെ, എൻ്റെ അബ്രഹാമേ, ഇല്ല. നീ എങ്കിലാണ് നോക്കിയത്. ഞാനാണ് നിനക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത്. ഞാനാണ് നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? വാഗ്ദത്തം തന്നിരിക്കുന്നത്. അല്ലേ, അവൻ നിന്റെ അവകാശിയാകയില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. പ്രൈസ് ദി ലോർഡ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവന്റെ മുഖം ലജ്ജിച്ചു പോയില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവനെ പുറത്തു കൊണ്ടുപോയി. നീ ആകാശത്തേക്ക് നോക്കുക, നീ ആകാശത്തേക്ക് നോക്ക്. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നക്ഷത്രങ്ങളെ എണ്ണുവാൻ നിനക്ക് കഴിയുമോ? നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോൾ, പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. ഞാനാകുന്നു. കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. പിന്നെ അതെങ്ങനെ കിട്ടും? നമ്മുടെയൊക്കെ സ്വഭാവം ഉണ്ടല്ലോ, അതെങ്ങനെ കിട്ടും? അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടി. ശരി, ഞാനൊരു നിയമം വെക്കാം നിന്നോട്. ഒരു നിയമം വെക്കാം. നിനക്ക് വിശ്വാസമില്ലല്ലോ. ഞാൻ തരുമെന്ന് പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസമില്ലല്ലോ. അപ്പൊ നമുക്ക് തമ്മിൽ ഒരു നിയമം വെക്കാം. ആ നിയമമാണ് അവിടെ കാണുന്നത്, ഉടമ്പടി. നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്നു, ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. എന്താണെന്ന് പറയാ നിയമം? പഴയ നിയമത്തില് ഇങ്ങനെയാണ്, ഒരു 2 പേര് കൂടി ഒരു എഗ്രിമെന്റ് വെക്കുമ്പോൾ, നമ്മുടെ ഇവിടുത്തെ പോലെ ഈ മുദ്രപേപ്പറൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ 2 പേര് കൂടി എഗ്രിമെന്റ് വെക്കുക. ഒരു സ്ഥലമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവിടെ അപ്പം അവരൊരു യാഗം കഴിക്കും. ഈ പശുവിനെ അല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന മൃഗത്തെ ഒത്ത നടുവേ എന്ത് ചെയ്യും? പിളർത്തും. ഒത്ത നടുവെ പിളർത്തിയിട്ട് ഈ 2 പേരും അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. മനസ്സിലായോ?
ഇവിടെ നിൽക്കുന്ന ആൾ ഇങ്ങോട്ട് പാസ് ചെയ്യും, ഇവിടെ നിൽക്കുന്ന ആൾ അങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ അത് നിയമം. ഈ നിയമം തെറ്റിച്ചാൽ എങ്ങനെയാണ് ഈ മൃഗത്തെ മുറിച്ചേക്കുന്നത്? അങ്ങനെ മുറിക്കുവാനുള്ള അവകാശം ഉണ്ട് മറ്റൊരു വ്യക്തിയെ. യെരമ്യാവിൻ്റെ പുസ്തകം 34 അധ്യായം 18 വാക്യം വായിച്ച്. യെരമ്യാവിൻ്റെ പുസ്തകം യഹോവയുടെ അരുളപ്പാട്, കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവേ പിളർപ്പുകളുടെ നടുവിൽ കടന്നുകൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ. പിളർപ്പുകളുടെ നടുവിലൂടെ കടക്കണം. ആമേൻ. നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവെ കടന്നുപോയ യഹൂദാ പ്രഭുക്കന്മാരെയും യെരൂശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ നിയമം ഇങ്ങനെ പിളർപ്പുകളുടെ നടുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഇത് പിളർന്ന് വെച്ച് പുള്ളിക്കാരൻ ഓർത്ത് നടക്കുന്നു. ദൈവമായ യഹോവ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തോട്ട് വന്നു. പുള്ളിക്കാരൻ പേടിയാ, പോകുന്നില്ല. അബ്രഹാം പോകാൻ പറ്റുന്നില്ല. കാരണം എന്താ? അത്രയ്ക്കും ഭയാനമായിരിക്കുന്ന ഉടമ്പടിയാണ്. അപ്പോൾ ദൈവം, നിനക്കല്ലേ സംശയം? ഞാൻ റെഡിയാ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമോ, നിനക്ക് സന്താനം തരുമോ എന്നൊക്കെ നിനക്കല്ലേ സംശയം? ഞാൻ റെഡിയാ. നമുക്കൊരു നിയമം വയ്ക്കാം. അങ്ങനെ നിയമത്തിലാണ് പുള്ളി തോറ്റുപോകുന്ന അബ്രഹാമിൻ്റെ സന്തതി എത്ര വർഷം? 400 അവിടെ താഴെ എഴുതിയിട്ടുണ്ട്, നിന്റെ സന്തതി സ്വന്തം ദേശമില്ലാത്ത ദേശത്ത് 400 വർഷം, അല്ലേ, 430 വർഷത്തോളം അവർ അല്ലെങ്കിൽ അടിമയായി തീർന്നു. ഈ ഒറ്റ ഒരു കാരണം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താ? ദൈവമായുള്ള ഉടമ്പടി തനിക്ക് ഒരു സംശയത്തിൻ്റെ പേരിൽ ദൈവം ചെയ്ത ഉടമ്പടി ഇപ്പുറം വന്ന് നിൽക്കുക. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഒത്ത് പിളർന്നപ്പോഴത്തേക്കും എൻ്റെ മേലിൽ 10 വാക്യം വായിച്ചേ. നേർക്ക് നേരെ വെച്ചു, പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിൽ മേൽ റാജൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. പുള്ളിക്കാരൻ അവിടെ ഇരിക്കുക, അങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല. ദൈവം വന്ന് നിൽക്കുക, ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്ക് താൻ ഉറങ്ങിപ്പോയി. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഠനിദ്ര വന്നു. ഭീതി അന്ധതമസ്സും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാമിനോട് ഭീതിയായി. കാരണം ഇത് കണ്ടപ്പോൾ ഭീതിയായി, പറ്റുന്നില്ല, പേടിയായി. ഇതെങ്ങാനും ഞാൻ തെറ്റിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതാവും. ഇതാണ് നിയമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ഈ സമയത്ത് കർത്താവ് ദൈവമായ യഹോവ പറയാണ്, നിന്റെ സന്തതി തന്നെ സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? അപ്പോൾ ദൈവം പറയാണ്, നീ വിഷമിക്കേണ്ട എൻ്റെ അബ്രാഹാമേ, ഞാനാണ് നിന്നെ വിളിച്ചത്. അതിന് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, പിന്നെയുള്ള അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് 17-ാം അധ്യായത്തിലാണ്. 17-ാം അധ്യായത്തിലെ 18-ാം അധ്യായം ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞാൽ 17-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായ അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തു എന്തെന്നാൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേര് അബ്രഹാം എന്നിരിക്കണം. അടുത്തത്, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. മതി. പിന്നെ യാത്ര ചെയ്യുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ 99 വയസ്സായി. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എടുത്തു പറയാണ്, അബ്രഹാമിന് 99 വയസ്സായി. വയസ്സായപ്പോൾ യഹോവ പിന്നെയും പ്രത്യക്ഷപ്പെടുന്നു. ഈ ദൈവം ഹല്ലേലൂയ പല പ്രാവശ്യമായി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്.
മെസ്സപ്പൊത്തോമിയ തൊട്ട് താൻ തൻ്റെ യഹോവയുടെ മുഖം കണ്ടതാണ്. പ്രൈസ്. തേജോമനായ ദൈവത്തെ കണ്ട് ഓരോ ദിവസവും പ്രത്യക്ഷപ്പെട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. 17-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനോട് 2 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. 99 വയസ്സായപ്പോൾ എന്താണ്? ഒന്ന്, നീ എൻ്റെ മുമ്പാകെ നടന്ന്. 2 നിർമ്മലനായിരിക്കുക. അല്ലേ? അല്ല, അങ്ങനെ എഴുതിയിരിക്കുന്നേ, നിഷ്കളങ്കനായിരിക്കുക. നിഷ്കളങ്കനായിരിക്കുക. 1, നീ എൻ്റെ മുമ്പാകെ നടക്കണം. 2, നിഷ്കളങ്കന. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഇത്രയും ദൂരം യാത്ര ചെയ്ത അബ്രഹാം ഇതുവരെയും ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിട്ടുണ്ടോ? ഉണ്ടോ? ദൈവത്തിന് ആരാധന കൊടുത്തു, ദൈവത്തിന് ദശാംശം കൊടുത്തു, ദൈവത്തിന് ഓരോ അധ്യായത്തിൽ നോക്കുമ്പോൾ ബലിപീഠങ്ങൾ പണിത് അവിടെ ആരാധിച്ചു, ദൈവമായി മുഖാമുഖം സംസാരിച്ചു. ഇല്ലേ? ഇതൊക്കെ നടക്കുന്നില്ലേ? ഇതൊക്കെ നടക്കുമ്പോഴും അബ്രഹാം ദൈവത്തിന് മുമ്പാകെ നടന്നിട്ടില്ല. അതുകൊണ്ടല്ലേ യഹോവയെ ദൈവം ചോദിക്കുന്നത്. എൻ്റെ അബ്രഹാമെ 99 വയസ്സായി എന്ന് പറഞ്ഞാൽ ഏകദേശം 30 വർഷത്തോളമായി ഞാനും നീയും തമ്മിലുള്ള ബന്ധം. ഹാരാനിൽ വന്ന് പാർത്തപ്പോൾ നിനക്ക് 75 വയസ്സായി, ഇപ്പോൾ 99 ആയി. അതിന് മുമ്പേ നിന്നെ ഞാൻ കണ്ടതാണ്. അല്ലേ? എന്നെ കണ്ട് തേജോമനായ ദൈവത്തെ കണ്ട് ഇറങ്ങിയതാണ്. നിന്റെ മുഖം അന്ന് തൊട്ട് ഇന്ന് വരെയും ലജ്ജിക്കുവാൻ ഞാൻ ഇടയാക്കിയിട്ടില്ല. പ്രതിസന്ധികൾ വന്നു, അല്ലേ? പ്രശ്നങ്ങൾ വന്നു. നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ഞാൻ നിന്നെ നിർത്തി. ക്ഷാമം വന്നു, അവിടെയൊക്കെയും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. 99 വയസ്സായപ്പോൾ കർത്താവ് ദൈവം ചോദിക്കുക, ഇനിയെങ്കിലും നിനക്ക് എൻ്റെ മുമ്പാകെ ഒന്ന് നടന്നുകൂടെ? നമ്മളെല്ലാം വിശ്വാസികളാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആർ വി ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ സന്നിധിയിൽ നാം ആയിത്തീരുക, അവൻ്റെ സന്നിധിയിലായിത്തീരുക. 2, നിഷ്കളങ്കനായിത്തീരുക. എന്തിനാ നിഷ്കളങ്കനായിത്തീരുന്നത്? നിഷ്കളങ്കരെ മാത്രമേ എങ്ങോട്ട് പോകത്തുള്ളൂ. ഒരു വാക്യം പെട്ടെന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 5:26 വായിച്ചേ. എഫേസ്യ ലേഖനം, Ephesians chapter 5 verse 26. നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവൻ അവളെ വചനത്തോടു കൂടിയ സഭയെ, കർത്താവായ യേശുക്രിസ്തു സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായവ ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കരായവരുടെ തനിക്കും തന്നെ ദേശത്തോടെ. കണ്ടോ? അതിനുവേണ്ടിയാണ് കർത്താവ് തന്നെ ഏൽപ്പിച്ചു തന്നത്. അപ്പൊ നമ്മൾ എന്തോ ആയിത്തീരണം? നിഷ്കളങ്കരായി തീരണം. അപ്പോൾ ദൈവം തന്നെ ചോദിക്കുക, ഇനി അബ്രഹാമിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഇല്ല. അബ്രഹാമിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റെപ്പ് ഇല്ല. ദൈവം പലവട്ടം നോക്കി, പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ആരാണ്, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി. അല്ലേ? ഞാൻ സർവശക്തിയുള്ള ദൈവം. അല്ലേ? അബ്രഹാമിനോട് ഞാൻ നിൻ്റെ പരിചയമാണ്, ഞാൻ നിൻ്റെ പ്രതിഫലമാണ്, ഞാൻ സർവശക്തനാണ്. അല്ലേ? നിന്നെ ഹല്ലേലൂയ വിളിച്ച തേജോമനായ ദൈവമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടിട്ട് അബ്രഹാമിന് ഈ കാര്യം മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവമാണോ താമസിച്ചത്, അബ്രഹാമാണോ താമസിച്ചത്? അബ്രഹാം. മനസ്സിലാകുന്നുണ്ട്? എന്താ കാരണം? തേജോമനായ ദൈവത്തെ കണ്ടിട്ടും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നില്ല. നിൻ്റെ ആരാധനയുണ്ട് അവിടെ, അതല്ല, നീ കൊടുത്ത ദശാംശമൊക്കെ അവിടെ ഉണ്ട്, എല്ലാ ശുശ്രൂഷയിലും നീ പങ്കുചേരുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും
നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്, നീ എൻ്റെ മുമ്പാകെ നടന്നിട്ടുണ്ടോ എന്ന്. അത് കർത്താവ് തന്നെ, ഇവിടെ ദൈവം തന്നെ ഒരു സ്റ്റെപ്പ് എടുക്കുക. അബ്രാമേ, ഞാൻ പിന്നെയും പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്നോട് ഒരു കാര്യം ചോദിക്കുക, നീ എൻ്റെ മുമ്പാകെ ഒന്ന് നടക്ക്. എനിക്കതാ ഇഷ്ടം. നിൻ്റെ ദശാംശമല്ല എനിക്ക് വേണ്ടത്, നിൻ്റെ ആരാധനയല്ല എനിക്ക് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നീ എൻ്റെ മുമ്പാകെ ഒന്ന് നടക്ക്, നീ എൻ്റെ മുമ്പാകെ നടക്ക്, നിഷ്കളങ്കനായിരിക്കുക. ഇത് കേട്ട അബ്രാം പറഞ്ഞില്ല, ഞാൻ മെസൊപ്പൊത്താമ്യയ്ക്ക് വിട്ടത് നിനക്ക് വേണ്ടിയാ എന്ന് പറഞ്ഞു. അന്നത്തെ നല്ല സംസ്കാരമൊക്കെ വിട്ടത് കർത്താവെ നിനക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാനിപ്പം നടന്നില്ലെന്ന് പറയുന്നത്. ഞാൻ എന്തുമാത്രം കഷ്ടത അനുഭവിച്ചു ഇല്ലേ, എന്തെല്ലാം പ്രയാസം അനുഭവിച്ചു. കനാൻ ദേശത്തേക്ക് വിളിച്ച് ഞാൻ കനാനിലെത്തിയപ്പോഴത്തെ അവിടെ ക്ഷാമമായി പോയി. അവിടുന്ന് പിന്നെ ഞാൻ ഓടി മിസ്രൈമിലേക്ക് പോയി. അവിടെ പോയി നുണ പറയേണ്ടി വന്നു. അവിടെ എൻ്റെ ജീവന് ഭീഷണിയായി, സാറായുടെ ജീവന് ഭീഷണിയായി. ഇതെല്ലാം അനുഭവിച്ചില്ല കർത്താവേ എന്ന് പറഞ്ഞില്ല. കർത്താവെ നിന്നെ വിളിച്ച് വേർതിരിച്ച്, അല്ല നിന്നെ ആരാധിച്ചിട്ട് എനിക്ക് എന്താണ് ലഭിച്ചത്? കുഞ്ഞില്ല, സന്താനങ്ങളില്ല, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒന്നും കിട്ടിയില്ലല്ലോ എന്നൊന്നും പറഞ്ഞില്ല. പറഞ്ഞത് അവിടെ കാണുവാൻ കഴിയും. അത് കേട്ടത് അബ്രഹാം എന്ത് ചെയ്തു? സാഷ്ടാംഗം വീണു. താൻ ആരാധിച്ചപ്പോൾ സാഷ്ടാംഗം വീണില്ല, താൻ ദൈവത്തിന് ദശാംശം കൊടുത്തപ്പോൾ സാഷ്ടാംഗം വീണില്ല. സാഷ്ടാംഗം വീഴുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു, തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. ആരാധന എന്ന് പറയുന്നത് നമ്മൾ സാഷ്ടാംഗം വീഴുക എന്നാണ്. ദൈവത്തിന് നമ്മെ സമർപ്പിക്കാത്തടത്തോളം കാലം, ദൈവത്തിന് നമ്മുടെ ഉടമസ്ഥാവകാശം കൊടുക്കാത്തടത്തോളം കാലം, നിൻ്റെ പ്രാർത്ഥനയോ നിൻ്റെ ദശാംശമോ നീ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നതോ ഒന്നിനും ദൈവം പ്രസാദിക്കത്തില്ല. അതാണ് അവിടെ കാണുന്നത്. അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ എന്നെ തന്നെ ഇതിനും കൊടുത്തിരുന്നില്ല. എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ എൻ്റെ 99 വയസ്സായാലും എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. എന്താ? നീ ആ സമയമെങ്കിലും ദൈവത്തിന് കൊടുത്താൽ. അവിടെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത് സാഷ്ടാംഗം വീണു. സാഷ്ടാംഗം വീണപ്പോൾ ദൈവം അവൻ്റെ പേര് മാറ്റി. 30 വർഷം എടുത്തൊന്നും പേര് മാറ്റി കിട്ടാൻ. മനസ്സിലാകുന്നുള്ളൂ? 30 വർഷം എടുത്തു. വിളിച്ചപ്പോൾ പേര് മാറ്റാമായിരുന്നു. പക്ഷേ എന്ന് നീ ദൈവസന്നിധിയിൽ നിന്നെ സമർപ്പിച്ചോ, എന്ന് നിൻ്റെ ഉടമസ്ഥാവകാശം നീ ദൈവത്തിന് കൊടുക്കുന്നോ, അന്നാണ് നിൻ്റെ പേര് മാറ്റുന്നത്. അവിടെ പിന്നെയും കർത്താവ് പ്രോമിസ് ചെയ്യാണ്. അടുത്ത പ്രതിസന്ധി പെട്ടെന്ന് വരാം, അതിനുശേഷം ഞാൻ പെട്ടെന്ന് നിർത്താം. 18-ാം അധ്യായം അടുത്ത പ്രതിസന്ധിയാണ്. പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതൊക്കെ പ്രോമിസൊക്കെ കിട്ടുമ്പോഴും ഹല്ലേലൂയ തനിക്ക് അതിലേക്ക് വരാൻ ചില കാലതാമസം. ഹല്ലേലൂയ. ആ കാലതാമസത്തിലാണ് 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മെമ്രയുടെ തോപ്പിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നത്. അവരെ വീട്ടിൽ കൂടാരത്തിൽ കൊണ്ടുപോയി ഹല്ലേലൂയ അവർക്ക് ഭോജനം ഒരുക്കുന്നു. അവർക്ക് ഭോജനം ഒരുക്കുമ്പോൾ തൻ്റെ മനസ്സിൽ, തൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്തയുണ്ടായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, തനിക്ക് സന്താനങ്ങളെ ആയിട്ടില്ല. അവിടെ നമുക്ക് കാണുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, സാറായി ഉള്ളുകൊണ്ട് ചിരിച്ചു. അല്ലേ? ഉള്ളിലാണ് ചിരിച്ചത്, വെളിയിലല്ല. പുള്ളിക്കാരുടെ വെളിയിൽ ഒരുപാട് ചിരി ഉണ്ടായിരുന്നു, പക്ഷെ ഉള്ളിൽ ചിരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. മനസ്സിലായോ? മനസ്സിലായി? നമ്മളൊക്കെ വെളിയിൽ ചിരിക്കുന്നവരാ, ഉള്ളുകൊണ്ട് ചിരിക്കുന്നവരാരെല്ലാം ഉണ്ടോ? നമ്മളൊക്കെ വെളിയിൽ നിന്ന് ചിരിക്കുന്നവരാ, പക്ഷെ ഉള്ളിൽ ചിരിച്ചിട്ട് വർഷങ്ങളായി. നിന്നെയും പരിഹാസവും കേട്ട് 318 പേർക്കും തൻ്റെ ഭവനത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണമൊക്കെ വാരി വിളമ്പി കൊടുക്കുമ്പോഴും സാറ തൻ്റെ ഉള്ളുകൊണ്ട് ഒരിക്കലും ചിരിച്ചിട്ടില്ല. പുറത്തേ ചിരിച്ച് കണ്ടിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഉള്ളുകൊണ്ട് ചിരിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹല്ലേലൂയ താൻ തൻ്റെ ഭവനത്തിൽ ഹല്ലേലൂയ ഉള്ളിലിരിക്കുമ്പോഴാണ്. ഉള്ളുകൊണ്ട് ചിരിച്ചു. അന്നാണ് സന്തോഷത്തോടെ ഉള്ളുകൊണ്ടൊന്ന് ചിരിച്ചത്. ഇത്രയും വർഷത്തിന് ശേഷം ആ ചിരി എന്തു ആക്കി തീർത്തു? നീ ഉള്ളുകൊണ്ട് ചിരിച്ച ചിരി നീ വെളിയിലും ചിരിക്കും.
നിന്നെ ഹല്ലേലൂയ അനേകർ കാണുമ്പോൾ ചിരിക്കും, അതൊരു ചിരിയായി മാറ്റി. അതാണ് പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. നമ്മൾ നോക്കിയിരിക്കുന്നത് അവങ്കിലേക്കാണ്. നമ്മുടെ മുഖം ഒരു നാളും ലജ്ജിക്കുവാൻ ഇടയാകില്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പല പ്രതിസന്ധിയിലും നാം ആയിരിക്കുമ്പോൾ, നാം വെളികൊണ്ട് ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് കരയുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ സമയത്ത് ഒന്ന് ഓർക്കണം, ഞാനും നീയും നോക്കിയത് എൻ്റെ യഹോവയുടെ മുഖമെങ്കിൽ അവൻ എന്നെ ഒരു നാളും ലജ്ജിക്കുവാൻ ഇടയാക്കത്തില്ല. എന്നെ ലജ്ജിക്കുവാൻ ഇടയാക്കത്തില്ല. അത് അതിനെ വെളിപ്പെടുത്താനാണ് ഈ സംഭവം നടന്നത് അല്ലേ? താഴേക്ക് വായിക്കാൻ മനസ്സിലാകും. സാറേ ഒരു ചിരി വിഷയമായി, ആ ദേശത്തൊരു ചിരിയായി, എല്ലാവരും ചിരിയായി, സന്തോഷമായി. എന്താ? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ നോക്കാം. നമ്മൾ ലജ്ജിക്കുവാൻ ഇടവരുന്ന പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും പല മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഒരു കാര്യം ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ നോക്കിയത് എൻ്റെ മുഖമെങ്കിൽ നിൻ്റെ മുഖം ലജ്ജിക്കുവാൻ എൻ്റെ ദൈവം ഇടയാക്കിയില്ല. അബ്രഹാമേ, നീ എന്നെ കണ്ടാണ് ഇറങ്ങിയതെങ്കിൽ നിൻ്റെ ജീവിതയാത്രയിൽ നീ എന്ത് ഉടുക്കും, നീ എന്ത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഭക്ഷിക്കും, നീ എവിടെ പാർക്കും, നീ എങ്ങനെ ജീവിക്കും, നീ എങ്ങനെ നിൻ്റെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് ഹല്ലേലൂയ നീ ചിന്തിക്കേണ്ട. കാരണം നിന്നെ വിളിച്ചവൻ ഞാനാണ്. ഹല്ലേലൂയ, നീ എൻ്റെ മുഖമാണ് കണ്ടിറങ്ങിയത്. നിന്നെ ഒരു നാളും ഒരിടത്തും ഒരു സ്ഥാനത്തും ഹല്ലേലൂയ ലജ്ജിക്കുവാൻ ഇടയാക്കത്തില്ല. രാജാക്കന്മാർ ശക്തികൾ തോറ്റെടുത്ത് ഹല്ലേലൂയ നിന്നെ ഞാൻ വിജയിയാക്കും. കാരണം നീ എൻ്റെ മുഖമാണ് കണ്ടിറങ്ങിയത്, നീ എൻ്റെ മുഖമാണ് കണ്ടിറങ്ങിയത്, നീ എൻ്റെ മുഖമാണ് കണ്ടത്, നീ എൻ്റെ മുഖമാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. കേൾക്കപ്പെട്ട ദൈവശബ്ദങ്ങളെ ഓർത്ത് അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, 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 താങ്ക് യു ലോർഡ്. നമ്മുടെ മുഖം ലജ്ജിക്കുവാൻ ഇടയാക്കാത്ത ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ മുഖം ലജ്ജിക്കുവാൻ ഇടയാകാത്ത ഒരു ദൈവത്തെയാണ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഹല്ലേലൂയ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രതിസന്ധികളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഞാനായിരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ എൻ്റെ മുഖം ലജ്ജിക്കുവാൻ ഇടയാക്കാത്ത എൻ്റെ ദൈവത്തിനെ ഹല്ലേലൂയ മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാറിനം നിത്യതയിൽ പറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാറിനം നിത്യതയിൽ മറയും. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. ഓ, വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. പരിപൂർണമം ദൈവികരാജ്യമിപ്പാരിലും സ്ഥപിതമാക്കിടുവാൻ. പരിപൂർണമം ദൈവികരാജ്യമിപ്പാരിലും സ്ഥപിതമാക്കിടുവാൻ. തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്ദകൾ സഹിച്ചവനെ. ഓ, തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്ദകൾ സഹിച്ചവനെ. കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. തിരുസന്നിധ ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ. സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ. വന്നു ബന്ധിതരാർമികളാം അവർ കണ്ടം വരുവാൻ.
വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാം അവർ കണ്ണം വരുവാൻ ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ. ഓ ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ. ഒരു മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ മറുളാനത് ദൂരരുമാൻ. ഹല്ലേലൂയ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം വഴി. പ്രത്യാശയോടെ കാലമെല്ലാം കഴിയും, ഇനി കാൺമതെല്ലാം വഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. 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 പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഓ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ. പ്രത്യാശയോടെ ഒരിക്കൽ കൂടെ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഓ അധികമില്ലിനിയോ. ഹല്ലേലൂയ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഹല്ലേലൂയ.